നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമിയും ലിയോ മെസ്സിയും ഇനി ഏഷ്യയിലേക്ക് പറക്കുകയാണ്. ഏഷ്യയിലാണ് ഇനി അവരുടെ കളി. അതെ, ഇനി ഒരു ഏഷ്യൻ ടൂറാണ്. സൗദി അറേബ്യയിൽ, ഹോങ്കോങ്ങിൽ, ജപ്പാനിൽ നിരവധി മത്സരങ്ങൾ കളിക്കാനായി ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും സെർജിയോ ബുസ്കറ്റ്സും ജോഡി ആൽബയും ഒക്കെ അടങ്ങുന്ന ഇന്റർ മയാമിയുടെ സൂപ്പർ താരനിര ഇതാ ഏഷ്യയിലേക്ക് പറക്കുന്നു. ഇപ്പോൾ പ്രീ സീസണിൽ ആദ്യ 2 കളികൾ ഇന്റർ മയാമി കളിച്ചിട്ടുണ്ട്. ആദ്യ കളി സാൻ സാൽവഡോറിൽ എൽ സാൽവഡോറിനെതിരെയായിരുന്നു. ആ കളി സമനില. രണ്ടാമത്തെ കളി FC ഡല്ലസിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു. പക്ഷെ ഇത് പ്രീ സീസണാണ്, ആ അർത്ഥത്തിലെടുത്താൽ മതി. എങ്കിലും ഏഷ്യയിലേക്ക് വരുമ്പോൾ, സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ ആരാധകർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. 2 കിടിലൻ മത്സരങ്ങൾ. ഏഷ്യയിലെ നമ്പർ 1 ടീമായ അൽ ഹിലാലുമായിട്ടാണ് ആദ്യ കളി. അതെ, റിയാദ് സീസണിൽ ഇത്തവണ 2 കിടിലൻ മത്സരങ്ങൾ അവർക്ക് കളിക്കാനുണ്ട്. ആദ്യ കളി ഇതാ നമ്മുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. ജനുവരി 29-നാണ് അൽ ഹിലാലുമായിട്ട് കിങ്ഡം അറീനയിൽ വെച്ച്, റിയാദിൽ വെച്ച് അവർ ഏറ്റുമുട്ടുന്നത്. രാത്രി ഇന്ത്യൻ സമയം 11:30. മറക്കണ്ട, സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഏറ്റവും ശക്തമായ ടീം, 1-ാം സ്ഥാനത്ത് തുടരുന്ന ടീം. നെയ്മർ പരിക്കേറ്റ് പുറത്താ എന്നുള്ളതൊന്നും അവരുടെ ടീമിനെ ബാധിച്ചിട്ടില്ല. കൂടുതൽ അവർ കരുത്ത് കൂട്ടിയിട്ടുണ്ട്. നെയ്മറെ ഡീരജിസ്റ്റർ ചെയ്തു, പകരം റെനൽ ലോദിയെ ടീമിലേക്ക് കൊണ്ടുവന്ന് ടീം ഒന്നുകൂടി കരുത്ത് കൂട്ടി നിൽക്കുന്ന അൽ ഹിലാലിനെതിരെയാണ് ഇന്റർ മയാമിക്ക് കളിക്കാനുള്ളത്. കാര്യങ്ങൾ എത്രത്തോളം എളുപ്പമാവുമെന്നുള്ളത് കണ്ടറിയണം. കഴിഞ്ഞില്ല, 2 ദിവസത്തെ ഗ്യാപ്പ്. ജനുവരി 30-ഉം 31-ഉം കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി 1 രാത്രിയിൽ നമ്മൾ കാത്തിരിക്കുന്ന മത്സരം വരികയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയും നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന മത്സരം. അതെ, അൽ നസർ വേഴ്സസ് ഇന്റർ മയാമി പോരാട്ടം. ഫെബ്രുവരി 1 രാത്രി ഇന്ത്യൻ സമയം 11:30-നാണ് റിയാദിലെ മത്സരം. ഈ 2 കളികൾ ഫ്രണ്ട്ലി മത്സരങ്ങൾ പോലെയാണ് കാണേണ്ടത്. റിയാദ് സീസൺ കപ്പാണ്, ശരിയാണ്. പക്ഷേ ആരാധകർ അതിനപ്പുറമുള്ള മാനം കൊടുക്കുന്നു. ഫുട്ബോൾ ലോകവും അതിനപ്പുറമുള്ള മാനം കൊടുക്കുന്നു. കാരണം മെസ്സിയും ക്രിസ്ത്യാനോയും നമുക്ക് മുന്നിലേക്ക് വീണ്ടും ഒരേ മൈതാനത്ത് കളിക്കാൻ ഇറങ്ങുകയാണ്. തീർച്ചയായിട്ടും പഴയ ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു മത്സരമായിരിക്കും അത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് കഴിഞ്ഞാൽ നേരെ പറക്കുന്നത് ഹോങ്കോങ്ങിലേക്കാണ്. ഫെബ്രുവരി 4-ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2:30-ന് ഹോങ്കോങ് 11-നുമായിട്ട് ഇന്റർ മയാമി കളിക്കുന്നു. പിന്നെ നേരെ പറക്കുന്നു ജപ്പാനിലേക്ക്. ടോക്കിയോയിൽ വിസ്വൽ കൊബയുമായിട്ടാണ് ഫെബ്രുവരി 7-നുള്ള മത്സരം. അത് കഴിഞ്ഞാൽ തിരിച്ച് മയാമിയിലേക്ക് തന്നെ പറക്കും. അപ്പൊ ഏഷ്യയിൽ അവർക്ക് 4 കളികളാണുള്ളത് എന്നർത്ഥം. അൽ ഹിലാൽ വേഴ്സസ് ഇന്റർ മയാമി ജനുവരി 29-ന്, അൽ നസർ വേഴ്സസ് ഇന്റർ മയാമി ഫെബ്രുവരി 1-ന്, ഹോങ്കോങ് 11 വേഴ്സസ് ഇന്റർ മയാമി ഫെബ്രുവരി 4-ന്, വിസ്വൽ കൊബെ വേഴ്സസ് ഇന്റർ മയാമി ഫെബ്രുവരി 7-ന്. ഈ 4 കളികൾ കഴിഞ്ഞിട്ട് അവർ തിരികെ മയാമിയിലേക്ക് പറക്കും. അവിടെ വെച്ച് ദിവൽ ഓൾഡ് ബോയ്സുമായിട്ട്, മെസ്സിയുടെ കുട്ടിക്കാല ക്ലബ്ബുമായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഏഷ്യയിൽ അവർക്ക് 4 കിടിലൻ മത്സരങ്ങളുണ്ട്. ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.